ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാറ്റ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഹാനിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓട്ടോയിലാണ് പോയത്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് കുറച്ച് ദൂരെ പോകാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ റോസ് ബെല്ലിലാണ് പോയത്. അവിടുത്തെ ചേച്ചി ഞങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെട്ടിത്തരും. പിന്നെ ആ ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ആ ചേച്ചി എന്താ പറയുക, അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തരും എനിക്കും ഹാനിക്കും. ഞങ്ങളിപ്പോൾ സെക്കൻഡ് ടൈമാണ് അവിടെ പോകുന്നത് കേട്ടോ. ഞങ്ങൾ തേടി പിടിച്ചതാ അവിടെ എത്തിയിട്ടുണ്ട്. അതാ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ ചേച്ചി അവിടെ ഉണ്ടോയെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഹാനിൻ്റെതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഹാനിൻ്റെത് നല്ല ഹെയർ ലോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ ആ ചേച്ചീൻ്റെ പേര് സ്മിത എന്നാണ്. അപ്പോൾ ആ ചേച്ചി എത്ര ലെങ്ത്ത് കട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഹാനി തീരെ അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഹാനിക്ക് എന്താ പറയുക, എൻ്റെ മുടി തോനെ വെട്ടുമോ എന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു കേട്ടോ. സ്മിത ചേച്ചി ആൾ പൊളിയാട്ടോ. നമ്മളോട് എന്താ പറയുക, നല്ല ഇതായിട്ടാണ്, ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ മുമ്പേ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉപ്പയും ഉമ്മയും വേറൊരു ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു. അപ്പോൾ നല്ല ചേച്ചിയാട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അവിടെ ആ പാർലറിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് സംസാരിച്ച് മെല്ലെ മെല്ലെയാണ് ചെയ്തതെല്ലാം. ഹാനിക്ക് യു കട്ടാണോ, ഏതാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള ഇതിൽ നിൽക്കുക കേട്ടോ. അപ്പം ഹാനി ആ കറങ്ങുന്ന കസാരയിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പിടിച്ച് കറക്കാണ് അവളെ കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ. അടിപൊളിയാണ്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിട്ട് ഹാനിക്ക് അങ്ങനെ ഫൈനൽ ചെയ്തു. യു കട്ടാണ് അവൾക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചേച്ചി ഇതാ ഹാനിയുടെ മുടിയിൽ കെട്ടി കളയായിരുന്നു കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഹാനിൻ്റെ ഹെയറിൽ നല്ലോണം ഉണ്ട്. നിങ്ങളുടെ ഹെയറിൽ അങ്ങനെ ജട വരാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ചേച്ചി അത് പോക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ലെങ്ത്ത് കുറച്ചതിന് ശേഷമാണ് നമ്മൾ യു കട്ട് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഇതാ 1 ഇഞ്ചറ്റേ കുറച്ചിട്ടുള്ളൂ. നമ്മുടെ ചെറിയ വിരലിൻ്റെ അത്ര വലുപ്പമുള്ള അത്രേ കുറച്ചിട്ടുള്ളൂ. കാരണം അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അപ്പുറത്ത് ഇരുന്ന് കറങ്ങി കളിക്കായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അവസാനം അവളെ നിർത്തിയിട്ടാണ് വെട്ടിയത്. അവസാനം നല്ല അടിപൊളിയായിട്ട് ആ ചേച്ചി സെറ്റ് ചെയ്ത് തന്നു. ഡ്രയറൊക്കെ വെച്ച് ഡ്രൈ ചെയ്തു. പിന്നെ ഹെയറൊക്കെ ഒന്ന് കേളി പോലെ ലാസ്റ്റിലേക്ക് വന്നിട്ട് ആക്കി തന്നു. നല്ല രസമുണ്ടായിരുന്നു ലാസ്റ്റ് കാണാനായിട്ട്. നമ്മുടെ ഹെയർ ഇങ്ങനെ ഫ്രിസിയായി നിൽക്കൂലേ, അതേപോലെയായിരുന്നു അവസാനം അവസ്ഥ. എന്താ പറയുക, എൻ്റെ ഹെയറൊക്കെ ഭയങ്കര ഫ്രിസിയായിരുന്നു. നമ്മുടെ ആയിരുന്നു. പിന്നെ ഇതാ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം നല്ല സെറ്റായി. ആ ചേച്ചി സെറമൊക്കെ ഇട്ട് വന്നു. പിന്നെ നമ്മൾ കുറേ സംസാരിച്ചിരുന്നു കേട്ടോ. ഞാനും ഉമ്മ ഹാനിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റേത് പോയപ്പോൾ എൻ്റെ മുടി വാഷ് ചെയ്യണമെന്ന് പറഞ്ഞവർ. പിന്നെ ആ ചേച്ചി എൻ്റെ ഹെയർ വാഷ് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾക്ക് കണ്ടീഷണർ ഇട്ടു. കണ്ടീഷണർ വാഷൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാക്കാൻ പോയത് കേട്ടോ. ആർമാദിക്കായിരുന്നു എന്നെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ ചേച്ചീൻ്റെ മുന്നിൽ നിന്ന്. ഉള്ളലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ യൂസ്ബേബി ഇല്ലാത്തതുകൊണ്ട് അത്ര കച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മുടെ തലയിലേക്ക് വെള്ളം അടിക്കുമ്പോൾ കഴുത്തിൻ്റെ ബാക്കിലേക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവിടെ കിടക്കായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ കുറേ ഈ ഹെയർ കട്ടിങ് മാത്രമൊന്നുമല്ല കേട്ടോ. സ്പാ ഉണ്ട്, നമ്മുടെ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ വേറെ ആയിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ മേക്കപ്പ് സെറ്റിംഗ് ഉണ്ട്, ഡ്രസ് സെറ്റിംഗ് ഉണ്ട്, ഹെയർ സെറ്റിംഗ് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. എൻ്റെ ഹെയർ ഫ്രിസി ആയതുകൊണ്ട് തന്നെ അത് വാഷ് ചെയ്യാണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാർലറിൻ്റെ പേര് റോസ് ബെൽ എന്നാണ്. നമ്മുടെ കാളാണ്ടിത്താഴം ആ ഒരു സ്ഥലത്താണ്, ഞങ്ങളുടെ മാമിയുടെ വീടിൻ്റെ അടുത്താട്ടോ. പിന്നെ ഈ ചേച്ചി നല്ലോണം കട്ട് ചെയ്തിരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് കാളാണ്ടിത്താഴത്തിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നേരെ വന്നുള്ളൂ റോസ് ബെൽ കേട്ടോ. ഇവിടെ ഹൈഡ്രാ ഫേഷ്യൽ മുതൽ എല്ലാ ഫേഷ്യൽസും ഉണ്ട്. പിന്നെ മേക്കപ്പിൻ്റെ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഫേസൊക്കെ സെറ്റ് ചെയ്ത് തരും. ഡ്രസ്സ് സെറ്റിംഗ് ഉണ്ട്, ഹെയർ സെറ്റിംഗ് ഉണ്ട്, പിന്നെ ഹെയർ കട്ടിങ്ങും ഉണ്ട് കേട്ടോ. എൻ്റേത് ഇതാ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ര ലെങ്ത് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കാണുമ്പോൾ അന്നേരം അതൊക്കെ ഒരു രസമായിരുന്നു, കുറച്ചേ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ തോനെ മുടി പോയ പോലെ എനിക്കൊരു ഫീൽ കേട്ടോ.
പിന്നെ ഇതാ എൻ്റെ മുടി കുറേ ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷം ഇതാ വീണ്ടും ഫ്രിസി ആയി. എൻ്റെ ഹെയർ കട്ടിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഹാനി ഇതാ അവിടുത്തെ കണ്ണാടിയൊക്കെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇതാ ഹാനീൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ ബാങ്ക്സ് കിട്ടിയപ്പോൾ അവൾക്കും ബാങ്ക്സ് കിട്ടണം കേട്ടോ. എനിക്ക് ബാങ്ക്സ് കിട്ടിയപ്പോൾ അന്നേരം ഇഷ്ടമായി. ഇപ്പോൾ ഇതാ മുഖത്തേക്കായിട്ട് ക്ലാസ്സിൽ 2 ടിക്ക് ഇപ്പുറത്തായിട്ട് കുത്തി പോകേണ്ട അവസ്ഥ കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും ചാച്ച ബൈ ബൈ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ല. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.